ഇന്ന് ഷവോമിയുടെ ഒരു ടി വിന്റെ കുറിച്ചുള്ള ഒരു അൺബോക്സിംഗ് ആണ്. നമ്മൾ ഓൾറെഡി അൺബോക്സിംഗ് ചെയ്തിരിക്കുകയാണ്. ഇത് 43 ഇഞ്ച് വരുന്ന ഒരു LCD ടി വി ആണ്. LED ബാക്ക് ലൈറ്റ് വരുന്ന LED എന്ന് പറയുന്നുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ LCD ടി വി ആണ്. ഈ ടിവിയുടെ ഒപ്പം കിട്ടുന്ന 2 സ്റ്റാൻഡ്, 2 റിമോട്ട്, പിന്നെ ടി വി, ഇത് മാത്രമേ ഇപ്പൊ വരുന്നുള്ളൂ. ഈ വാൾ മൗണ്ട് സ്റ്റാൻഡ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഇങ്ങനെ 2 സ്ക്രൂ, ഇതൊക്കെയാണ് ഈ ടിവിയുടെ ഒപ്പം കിട്ടുന്നത്. നമ്മൾ ഓൾറെഡി ടിവിയുടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ടി വി വന്നിട്ട് 3-4 ദിവസത്തെ ഒരു റിവ്യൂ ആണ് വന്നിരിക്കുന്നത്. ഇതാണ് 43 ഇഞ്ചിന്റെ ഒരു ടിവിയുടെ സൈസ് വരുന്നത്. ഇതിന്റെ ബസ്സിലുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ തിന്നായിട്ടുള്ള ബസ്സിലാണ്. ഇതിന്റെ അടിയിലാത്ത ബസ്സിലാണെങ്കിലും ചെറുതാ. പിന്നെ ഇവിടെയാണ് ഈ റിമോട്ടിന്റെ സെൻസറൊക്കെ വരുന്നത്. ഇവിടെ ഒരു ഷവോമി എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നിങ്ങൾക്ക് കാണാം. അതുപോലെ അതിന്റെ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഫയർ OS എന്ന് പറയുന്നത്, ഇത് ഫയർ ടി വി ആണ്. അതായത് ഗൂഗിൾ OS അല്ല ഇതിൽ വരുന്നത്. ഇതിൽ ഫയർ OS എന്ന് പറഞ്ഞ ആമസോണിന്റെ ഒരു OS ആണ് ഇതിൽ വരുന്നത്. സെയിം പോലെ തന്നെയാണ്, ഗൂഗിൾ ടി വി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. പിന്നെ ഇതിന്റെ സൈഡിലാണ് ഇതിന്റെ പോർട്ടുകൾ വരുന്നത്. ഇതാണ് ഇതിന്റെ പോർട്ട് വരുന്നത്. ഒന്ന് സാധാ ഓഡിയോ ജാക്കാണ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ AV കേബിൾ ആണ്. ഓഡിയോ ഇൻപുട്ട് ഔട്ട്പുട്ട് അതൊക്കെയാണ് വരുന്നത്. പിന്നെ HDMI പോർട്ടാണ്. 3 HDMI പോർട്ട്, 2 USB പോർട്ട്, ഒരു എതർനെറ്റ് പോർട്ട്. പിന്നെ നിങ്ങൾക്ക് ഡിഷ് ടിവിയുടെ ഇതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റിന്റെ ഇതൊക്കെയാണ് വരുന്നത്. ഇത്രയാണ് ഇതിന്റെ പോർട്ട് വരുന്നത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് സാധാ സെക്ടോ ബോക്സ് ആണെങ്കിൽ ഇതിന് HDMI സപ്പോർട്ട് ചെയ്യുന്ന സെക്ടോ ബോക്സ് വേണം. മറ്റേ പഴയ ആ ഒരു 3 കളറിലുള്ള, അതായത് റെഡ്, വൈറ്റ്, യെല്ലോ കളറിലുള്ള ആ പിന്ന് കൊണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല. അത് നിങ്ങൾക്ക് ഒരെണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാം, പക്ഷെ അത് സപ്പോർട്ട് ചെയ്യുമ്പോൾ ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇതാണ് ഇതിന്റെ ഒരു റിമോട്ട് വരുന്നത്. സാധാ ഒരു റിമോട്ടാണ്. ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് വരുന്നത്. ഇത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ MI എന്ന് വരും, ഫയർ TV എന്ന് വരും. ലോഡിംഗ് ആണ്. സോ അതൊരു ആൻഡ്രോയിഡ് TV ലോഡ് ആകാനെടുക്കുന്ന അതേ സമയം തന്നെയാണ് ഇതിൽ വരുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഇന്റർഫേസ്, നിങ്ങൾക്ക് കാണാം. ഹോം, അതുപോലെ തന്നെ ഇൻപുട്ടിലാണ് നമ്മുടെ TV ഇരിക്കുന്നത്. സാധാ നോർമൽ ചാനലുകൾ ഇരിക്കുന്നത്. അതെല്ലാം നമുക്ക് റിമോട്ടിൽ തന്നെ കൺട്രോൾ ചെയ്യാം. അലക്സ ഉണ്ട്. അലക്സ നല്ല രീതിയിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അലക്സയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടിവിയുടെ ഓരോ ചാനലുകളും ഓപ്പൺ ചെയ്തു തരാം. ഇതാണ് ഇതിന്റെ സെറ്റിംഗ്സ്. ഈ ഇൻപുട്ടാണ്. ഇൻപുട്ടിൽ വരുന്ന 2 HDMI കേബിളിലേക്കാണ് വരുന്നത്. ഇത്രയാണ് ഇതിന്റെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സ് വരുന്നത്. റിമോട്ടിന്റെ കൺട്രോളുകൾ, ഡിസ്പ്ലേ, ഓഡിയോ, നോട്ടിഫിക്കേഷൻ, അലക്സ, സ്ലീപ്പ് ടൈമർ, ആക്സസിബിലിറ്റി, ഹെൽപ്പ്, ഇത്ര ഫീച്ചേഴ്സുകളാണ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. പലതുണ്ട്. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഇതിൽ ഓരോന്നും എടുത്തെടുത്ത് നോക്കുകയാണെങ്കിൽ, ഇൻപുട്ടിന്റെ അകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം കേബിൾ HDMI 2ലാണ് നമ്മൾ ചാനൽ കണക്ട് ചെയ്തിരിക്കുന്നത്. HDMI 1, 2, 3 കേബിള്, സാറ്റലൈറ്റ്, മീഡിയ പ്ലെയർ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇൻപുട്ടിന്റെ അകത്ത് വരുന്നത്. നമ്മൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസുകൾ മാത്രമാണ് ഇതിൽ നോക്കുന്നത്. അതുപോലെ തന്നെ വൈഫൈ നോക്കുകയാണെങ്കിൽ നമ്മൾ കേരള വിഷനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. റിമോട്ട് നോക്കുകയാണെങ്കിൽ റിമോട്ട് ആൻഡ് ബ്ലൂടൂത്ത്, നമുക്ക് വേറെ ബ്ലൂടൂത്ത് വഴി റിമോട്ടിക്ക് പെയർ ചെയ്യാം, കണക്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് അലക്സയായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെയൊക്കെയുണ്ട്. പേഴ്സണൽ ഇതില് വരുന്ന പ്രിഫറൻസിൽ വരുന്നത് പേരന്റ് കൺട്രോളൊക്കെയാണ്. എക്യുപ്മെന്റിൽ വരുന്നത് നമുക്ക് ഏതെല്ലാം ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ്. പിന്നെ ലൈവ് TV വരുന്നുണ്ട്. ആപ്ലിക്കേഷൻസുകളുണ്ട്. ആപ്ലിക്കേഷനിൽ കുറച്ച് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇവരുടെ തന്നെ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. അക്കൗണ്ട് ആൻഡ് പ്രൊഫൈൽ സെറ്റിംഗ്സിൽ നമുക്ക് ആമസോൺ അക്കൗണ്ടാണ്. നമ്മുടെ സെയിം മൊബൈലിലുള്ള ആമസോൺ അക്കൗണ്ട് തന്നെ നമ്പർ വെച്ച് ലോഗിൻ ചെയ്താൽ മതി. ഡിവൈസ് ആൻഡ് സോഫ്റ്റ്വെയറിൽ വരുന്നത് എബൌട്ട് ഡിവൈസ്, ഷവോമിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ, റീസെറ്റ്, റീസ്റ്റാർട്ട്, ഇതൊക്കെയാണ് വരുന്നത്. നെറ്റ്വർക്ക് വരുന്നത് നമ്മളിപ്പോൾ നിലവിൽ കണക്ട് ചെയ്തിരിക്കുന്ന കേരള വിഷന്റെ വൈഫൈ ആണ്, അവരുടെ തന്നെ. പിന്നെ ഡിസ്പ്ലേ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ പിക്ചർ മോഡുകളുണ്ട്. പലതരത്തിലുള്ള പിക്ചർ മോഡുകൾ നമുക്ക് ഉപയോഗിക്കാം. ബാക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. കേബിൾ, HDMI അതിലൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള, അതായത് ഓരോ ചാനലിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് നമുക്ക് ഇത് കണക്ട് ചെയ്യാം. ഇത്രയൊക്കെയാണ് ഈ ടിവിയുടെ ഒരു പ്രത്യേകതകളൊക്കെ വരുന്നത്. ഇതാണ് നിങ്ങൾക്ക് ഒരു ചാനലിന്റെ ക്വാളിറ്റി, അതായത് നമ്മുടെ സാധാ ചാനലിന്റെ ഒരു ക്വാളിറ്റി. അതുപോലെ ഇതിന്റെ സ്റ്റോറേജിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഇത് 32 GB സ്റ്റോറേജ് ആണ്. നിങ്ങൾക്ക് കാണാം ഇതിന്റെ ടിവിയുടെ ഡീറ്റെയിൽസ് കാണാം. അതിൽ ഏകദേശം 9.74 GB യൂസ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബും മറ്റു സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടായിരിക്കും. പിന്നെ സിസ്റ്റം സ്റ്റോറേജും ഒക്കെയാണ്. പിന്നെ അലക്സ ഉണ്ട്, നല്ല രീതിയിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വോയിസ് കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വീഡിയോ ഏത് വേണമെന്നുള്ളത് യൂട്യൂബിലേക്ക് ഓപ്പൺ ആയിട്ട് വരും. അതുപോലെ തന്നെ ചാനലും ഓപ്പൺ ആയിട്ടൊക്കെ വരുന്നതാണ്. ഞാൻ ഇവിടെ കുറച്ച് യൂട്യൂബ് വീഡിയോ അപ്ലൈ ചെയ്തതിന്റെ ഔട്ട്പുട്ടൊക്കെ ഇടാം. ഇതിന് ഏകദേശം നമുക്ക് പ്രൈസ് വരുന്നത് ഏകദേശം 24 സംതിങ് ആണ്. 24,500 ഫ്ലിപ്കാർട്ടിൽ ഞാൻ വന്ന് മേടിച്ചത്. ഇന്നിപ്പോ 25 ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചെറിയ വേരിയേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നൈസാണ്, നല്ല TV ആണ്. നല്ല ബ്രൈറ്റ്നസും നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. 24 വാട്ടിന്റെയാണ് സ്പീക്കർ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വോയിസ് ക്ലിയറിറ്റി ഉണ്ട്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന TVക്ക് അത്ര വോയിസ് ഒന്നും ഇല്ലായിരുന്നു, ഒരു പതറുന്ന ശബ്ദമായിരുന്നു. പക്ഷെ ഇതിനങ്ങനെയല്ല. ഇതിന് നല്ല നമുക്ക് മനസ്സിലാവും, ഏത് വോയിസും മനസ്സിലാവുന്ന രീതിയിലുള്ളതാണ്. നല്ല മ്യൂസിക് ക്വാളിറ്റി ഇതൊക്കെയുള്ള ഒരു ഡോൾബിയുടെ സൗണ്ട് ഉണ്ട്, DTS സൗണ്ട്, അങ്ങനെ ഒരു സൗണ്ടിൽ വേണ്ട എല്ലാ കമ്പനികളുടെയും സർട്ടിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഓഡിയോയുടെ പ്രശ്നം വരുന്നില്ല.
ഇത്രയൊക്കെയാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി ഓവറോൾ എക്സ്പീരിയൻസ് പറയാനുള്ളത്. നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇപ്പൊ വരുന്ന എല്ലാ, അതായത് ഒരു 32 ഇഞ്ച് 43 ഇഞ്ചൊക്കെ LED എന്ന് പറഞ്ഞ് വിൽക്കുന്ന എല്ലാം തന്നെ LCD TV ആണ്. LED ബാക്ക് ലൈറ്റ് ഉപയോഗിക്കുന്നു, പിന്നെ കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു പിക്ചർ ഫിലിം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ക്വാളിറ്റിയുള്ള ഇമേജുകൾ കിട്ടുന്നത്. LED പോലെ തന്നെയാണ്, പക്ഷെ യഥാർത്ഥ LED എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് പിക്സലിലും ഓരോ LED ഉണ്ടായിരിക്കണം. അത് നമുക്ക് ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുണ്ട്. മിനി LED എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന TV ഉണ്ടാവും, QLED, മിനി LED, അതൊക്കെ ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് പിക്സലിൽ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ആണ്. അതുപോലെ തന്നെ ഇതേ ടിവിയിൽ നമുക്ക് ഗൂഗിളിന്റെ വോയിസ് വരുന്നതും കിട്ടും. അതിന് ഏകദേശം ഒരു 3000 രൂപയും കൂടി എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ വോയിസ് ഉള്ളത് കിട്ടും. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇഷ്ടമുള്ളത് എടുക്കാം. അലക്സ, അതായത് ആപ്പ് സ്റ്റോറൊന്നും വേണ്ട, അല്ലെ പ്ലേ സ്റ്റോറൊന്നും വേണ്ട, പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന എല്ലാ ചവർ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ് അങ്ങനെയൊക്കെ ഉള്ളത് മതിയെങ്കിൽ നിങ്ങൾക്ക് ഫയർ വോയിസ് എടുത്താൽ മതി. അല്ലാതെ അതിൽ കൂടുതൽ നിങ്ങൾക്കൊരു ഭയങ്കരമായ യൂസ്, ഗെയിം അങ്ങനെയൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഗൂഗിൾ വോയിസ് എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫയർ വോയിസ് ആയിരിക്കും നല്ലത്. അപ്പൊ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.